ഭാരതം ഇസ്രായേൽ സ്വതന്ത്ര വ്യാപാര കരാറിന് രൂപം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതിക വിദ്യയിൽ ഊന്നിയ പ്രതിരോധ സഹകരണം യാഥാർത്ഥ്യമാക്കുമെന്നും ആണവോർജ്ജ മേഖലയിൽ മുന്നേറ്റം സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി ഇസ്രായേലിൽ പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രിക്കൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ആണ് ഇക്കാര്യം പറഞ്ഞത്. ഇസ്രായേലിൽ നിന്ന് ലഭിച്ച പുരസ്കാരം 140 കോടി ഭാരതീയർക്ക് സമർപ്പിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, ചരിത്രപരമായ കൂടിക്കാഴ്ചയാണ് ഉണ്ടായത്. ഈ 2 ദിവസങ്ങളിലായി ഭാരതത്തിന്റെ യശസ് ലോകത്തിന് മുന്നിൽ എന്താണ് എന്ന് എടുത്തുകാട്ടുന്ന സന്ദർശനമാണ് ഇസ്രായേലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. ഇപ്പോൾ സ്വതന്ത്ര വ്യാപാര കരാറിനടക്കം ധാരണയായിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഇന്നലെ ഇസ്രായേലിൽ വൻ സ്വീകരണമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. അവിടെ ഇന്ത്യൻ സമൂഹവും ഒപ്പം ഇസ്രായേൽ ജനതയും ഒപ്പം ഇസ്രായേൽ ഭരണകൂടവും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്വീകരണം ഒരുക്കുന്ന കാഴ്ച ലോകം മുഴുവൻ കണ്ടതാണ്. ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം സംസാരിച്ച പ്രധാനമന്ത്രി ആ ഒരു വലിയ സ്വീകരണത്തിന് നന്ദി പറയുകയും ചെയ്തു. കൂടാതെ 12ഓളം കരാറുകൾക്കാണ് ഭാരതവും ഇസ്രായേലും തമ്മിൽ പുതിയ 12ഓളം കരാറുകൾക്കാണ് ഈ കൂടിക്കാഴ്ചയിൽ ഇപ്പോൾ പ്രധാനമന്ത്രി ധാരണയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും നിർണായകം എന്നുള്ളത് ഒപ്പുവെച്ചതിൽ ഒന്ന് പ്രതിരോധ മേഖലയിലും ഒപ്പം ആണവോർജ്ജ മേഖലയിലും AI, കൃഷി തുടങ്ങിയിട്ടുള്ള വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനുള്ള കരാറുകളാണ്. ഒപ്പം ഭാരതവും ഇസ്രായേലുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ, അതിൻ്റെ രൂപവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആരംഭിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ളൊരു സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ തന്നെ യാഥാർത്ഥ്യമാകും എന്നുള്ള കാര്യം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ പ്രതിരോധ മേഖലയിൽ സഹകരണം കൂടുതൽ ഊഷ്മളമാക്കും എന്ന കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒപ്പം ഭാരതവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം സവിശേഷ ബന്ധമായി ഉയർത്തിക്കൊണ്ട് അതിൻ്റെ എല്ലാ തരത്തിലും സഹകരണം കൂടുതൽ ഊട്ടിയുറപ്പിക്കും എന്നുള്ള കാര്യം കൂടിയാണ് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തത്. നേരത്തെ 2017 ഇതിനു മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിച്ചിട്ടുള്ളത്. ആ സമയത്ത് തന്നെ ഭാരതവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കും, അതിൻ്റെ പ്രത്യേക തലങ്ങളിലേക്ക് കൊണ്ടുപോകും എന്ന പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഏത് വിഷയങ്ങൾ പരിശോധിക്കുമ്പോഴും, ലോകരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഏത് വിഷയം പരിശോധിക്കുമ്പോഴും ഭാരതം എടുക്കുന്ന നിലപാടുകൾക്ക് പുറകിൽ വളരെ ശക്തമായി പിന്തുണ അർപ്പിച്ചുകൊണ്ട് നിൽക്കാൻ ഇസ്രായേൽ എന്ന രാജ്യം ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇസ്രായേൽ നിൽക്കാറുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. അതായത് ഭാരതത്തിൻ്റെ ഒരു വിശ്വസ്ത പങ്കാളിയായി എപ്പോഴും ഇസ്രായേൽ നിൽക്കാറുണ്ട്. ആ ബന്ധമാണ് ഒരു സവിശേഷ ബന്ധമായി ഇനി ഉയർത്താൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായി വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കും, പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ. കൂടാതെ ഭാരതവും ഇസ്രായേലും തമ്മിലുള്ളൊരു സ്വതന്ത്ര വ്യാപാര കരാറിന് രൂപം നൽകുമെന്ന പ്രഖ്യാപനം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുകയാണ്. ഇന്നലെ ഇസ്രായേലിലെത്തിയ പ്രധാനമന്ത്രി അവിടെ ഇസ്രായേൽ പാർലമെന്റിൽ സംസാരിച്ചിരുന്നു. ഇസ്രായേൽ സ്പീക്കർ പ്രത്യേക പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ആ പുരസ്കാരം ഭാരതത്തിലെ 140 കോടി ജനങ്ങൾക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്ന കാര്യം കൂടിയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. നീലിമ. ഓക്കെ ജിഷ്ണു, ഭാരതവും ഇസ്രായേലും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാകാൻ പോകുകയാണ്. വളരെ നിർണായകമായ തീരുമാനങ്ങളാണ് ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംയുക്ത പ്രസ്താവന നടത്തുകയും ചെയ്തു. വിവരങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ നൽകിയത്.